പറഞ്ഞ് അങ്ങനെ കുട്ടികളുടെ വെക്കേഷൻ തീരാറായി. അപ്പോൾ ഇതാ ഒരു ഉച്ച സമയമാണ്. ഒരാൾ കിടന്ന് ഊഞ്ഞാലാടുന്നുണ്ട്, മറ്റാൾ ഇതാ വരയ്ക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാനിതാ നോക്കിയപ്പോൾ ക്യാൻവാസ് എന്ന് പറയുന്നത് ഒരു തെർമോക്കോളിൻ്റെ കഷ്ണമാണ്. ബാക്ക് സൈഡ് അത്ര വൃത്തിയൊന്നുമില്ല, എന്നാലും അവൾക്ക് വരയ്ക്കാൻ കിട്ടിയത് ഇതിലാണ്. അപ്പോൾ അതിൽ വരയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്തിയില്ല. അപ്പോൾ ഫോട്ടോ നോക്കിയിട്ട് ഇതാ ഒരു ബുദ്ധൻ്റെ പിക്ചറാണ് കേട്ടോ ഇന്ന് വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് തെർമോക്കോളിൽ ഷേപ്പ് ഇതാ വരച്ചെടുക്കുന്നുണ്ട്, ഔട്ട്ലൈൻ പോലെ. വരയ്ക്കുന്നത് കണ്ടപ്പോൾ ഇതാ ചേച്ചിയുടെ കൂടെ അനിയത്തിയും കൂടിയിട്ടുണ്ട്, ഊഞ്ഞാലാട്ടമൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ നോക്കിയിട്ട് ഏതാണ്ട് പിക്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ലിപ്സിൻ്റെ അവിടെ മാത്രം ചെറിയൊരു പ്രശ്നം തോന്നി, എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാ അതുപോലെ ചെവിയുടെയും പിന്നെ അതുപോലെ തലയുടെ പോർഷനൊക്കെ അവൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ കളർ കോമ്പിനേഷനൊക്കെ കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ടെന്നായിരുന്നു എനിക്കും തോന്നിയത്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് തന്നെ ഇരുന്നിട്ട് അതിൻ്റെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. ഇതുപോലെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിക്ചറാണ്. ഇതാ ഒരു കൃഷ്ണനെ വരയ്ക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഈ രണ്ടും ഇതാ തെർമോക്കോളിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് എന്ത് തന്നെ ആയാലും നമ്മുടെ കയ്യിൽ പെയിൻറ്റോ ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ വരച്ചെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യല്ലേ.